സൗണ്ട് ഉണ്ടായിരുന്നു. ഞാനും അപ്പുറത്തായിരുന്നു എങ്കിലും സൗണ്ട് ഉണ്ടായിരുന്നു. സൗണ്ടോട് കൂടിയ ആളവായ ഒന്നുമില്ല. ഒരു 10-15 വയസ്സുള്ള ഒരു പെൺകൊച്ച് ഉണ്ടായിരുന്നു, കുളിക്കുന്നുണ്ടായിരുന്നു പറഞ്ഞു. അതിന് കുഴപ്പമില്ല, ചെറിയ പരുക്കളോടാണ് അതിനെ കൊണ്ടുപോയിരിക്കുന്നത്. ആളവായത്തിന്റെ കാര്യമായിട്ട് അറിയത്തില്ല. കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ 5, 6, 8, 10 കാലം കൊണ്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുന്നു. അവരെയൊക്കെ ഹോസ്പിറ്റലൈസ് അന്നേരം തന്നെ ചെയ്തു. ഒരു 3 നിലയുടെ ഒരു കുറച്ച് പോർഷൻ മാത്രമേ ഉള്ളൂ. ബാത്റൂമും അതിന്റെ വാരാന്ത്യം മാത്രമേ ഉള്ളൂ. ദൃക്സാക്ഷിയായ സുനിലിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. ആ സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു, അതിന് തൊട്ട് മുൻപിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. എന്തായാലും ഇപ്പോൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല, കാരണം ആർക്കും പരിക്കില്ല, ആരും കുടുങ്ങിക്കിടക്കുന്നില്ല എന്നുള്ളത് വലിയ ആശ്വാസമാണ്. ശുചിമുറിയുടെ ഭാഗമാണ് തകർന്നത്. ഈ കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ, ഇപ്പോൾ അപകടം നടന്ന സ്ഥലത്തിന്റെ മാത്രമല്ല ബാക്കിയുള്ള സ്ഥലത്തെ ദൃശ്യങ്ങൾ കൂടി കാണുമ്പോൾ ഇവിടെ ഈ അടുത്തൊന്നും നവീകരണ പ്രവർത്തികൾ നടന്നിട്ടില്ല എന്ന ദൃശ്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ട്. അപ്പോൾ കെട്ടിടം മാറ്റാനൊക്കെ തീരുമാനിച്ചിരുന്നു, പക്ഷേ ഇത്രയും കാലതാമസം എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് കൂടി